നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലോട്ട് ഏവർക്കും സ്വാഗതം. 2 കാർഡ് നമ്മൾ എടുക്കുന്നു. അതിലൊന്ന് നിങ്ങൾ 1 സെക്കൻഡ് സൈലൻസിന് ശേഷം സെലക്ട് ആക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പുതിയ കരിയർ പ്ലാൻ, ഫാമിലി ഹാപ്പിനെസ്, ഫിനാൻഷ്യൽ ഫ്ലോ, ഈ വരുന്ന ഒക്ടോബറിൽ എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഈ ഒരു നെക്സ്റ്റ് മന്തിലേക്ക് നിങ്ങൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നന്നായി കാർഡ് ഷഫിൾ ചെയ്തിട്ട് 2 കാർഡ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൽ 1, 2 എന്നുണ്ടാവും. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ കാർഡിൻ്റെ റീഡിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് വരുന്നത് 3 ഓഫ് കപ്സ് ആണ്. രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കാർഡ് വരുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഈ 2 കാർഡിൻ്റെ നിങ്ങൾക്ക് തരുന്ന റീഡിങ്സ് എന്താണെന്ന് ഇപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഈ 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഹാപ്പിനെസ്സിനെയും ഫ്രണ്ട്ഷിപ്പിനെയും പിന്നെ നല്ല ഫെസ്റ്റീവായിട്ടുള്ള ചില മൊമെന്റ്സിനെയും പിന്നെ യൂണിറ്റി, ഇതൊക്കെ ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു കാർഡാണിത്. അപ്പോൾ പുതിയ കരിയർ സെലക്ട് ആക്കാൻ പറ്റിയ സമയമാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സുഹൃത്തിൻ്റെയോ മറ്റടുത്താരുടെയോ സഹായത്തോടെ നിങ്ങൾക്ക് നല്ലൊരു കരിയർ പാത്ത് തുറക്കാൻ പോകുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു കരിയർ ഉണ്ടാവാൻ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ ആഘോഷങ്ങളുടെ ഭാഗമാവാൻ നിങ്ങൾ പോകുന്നു. അതുപോലെ തന്നെ ഫാമിലിയിൽ, നിങ്ങളുടെ കുടുംബത്തിലെ കുറേ സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതായിട്ട് പറയുന്നു. ഏതൊരു വിവാഹം, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയോ ഒരു വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നു. അതും വളരെ ഹാപ്പിയായി മനസ്സ് നിറഞ്ഞ് നിങ്ങളതിൽ പങ്കുകൊള്ളുന്നു. പിന്നെ ഫിനാൻഷ്യലി ഗ്രാഫ് മേലേക്ക് തന്നെയാണ് ഫിനാൻഷ്യലി ഗ്രാഫ് പോകുന്നത്. ബിക്കോസ് നിറയെ അവസരങ്ങൾ ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. ഈ അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. ഈ അവസരങ്ങൾ പാഴാക്കാതെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാം എസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങുക. ബിക്കോസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ടൈമാണ് ഇനി വരുന്നതെന്നാണ് ഈ റീഡിങ്സിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ മെസ്സേജ് ട്രസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഐ ട്രസ്റ്റ് ദിസ് മെസ്സേജ് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.